بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ما بعد رب يسر ولا تؤسر رب زدنا علما وحلما وفهما وعقلا وحفظا وأدبا كاملا. رب تمم بالخير والسعادة واغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولجميع المسلمين. ബാബുൽ ഖസ്ബി വൽ ആരിയ, പിടിച്ചു പറിയെ സംബന്ധിച്ച് ഉള്ള അധ്യായം. വായ്പ വാങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായം. പിടിച്ചു പറി, മറ്റുള്ളവരുടെ സാധനം നമ്മൾ വാങ്ങുക എന്നത് അത് ഒരു ചെറിയ സാധനമാണെങ്കിലും പിടിച്ചു പറിക്കുക എന്നത് കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാണ്. മറ്റുള്ളവരുടെ ധനം നമ്മളെ അക്കൗണ്ടിലേക്ക് വരിക എന്നത്. നമ്മൾ നേരത്തെ കച്ചവടത്തെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, കച്ചവടം ചെയ്യുമ്പോൾ പോലും എന്റെ സാധനം നിങ്ങൾക്ക് നൽകുകയാണ്, നിങ്ങളെ സാധനം എനിക്ക് നൽകുകയാണ്. അപ്പൊ പരസ്പരം പൂർണ്ണ പൊരുത്തത്തോടു കൂടെയാവണം ഞാൻ നിങ്ങളെ സാധനം ഉപയോഗിക്കുന്നത്, നിങ്ങൾ എന്റെ സാധനം ഉപയോഗിക്കുന്നതും പരസ്പരം പൊരുത്തത്തോടു കൂടെയാവണം. അങ്ങനെ പൊരുത്തം കിട്ടി ഉപയോഗിക്കുക എന്നതാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ചതി കച്ചവടം പോലും ചതി വരുവാൻ സാധ്യതയുള്ള, പരസ്പരം പൊരുത്തം വാങ്ങിയതിനു ശേഷം ഇടപെട്ടു എന്ന് പറയുന്ന ന്യൂനത പോലും മറച്ചു വെക്കാൻ പാടില്ല. ചതികൾ വരാൻ പാടില്ല. കൃത്യമായ അളവ് വേണം, അളവ് പറയണം. ഇങ്ങനെ ധാരാളം നിബന്ധനകൾ കച്ചവടത്തിലുണ്ട്. അതെല്ലാം നാം പറഞ്ഞു പഠിച്ചു. ഇനി പിടിച്ചു പറി, നമ്മൾ കച്ചവടത്തിൽ ഇതുപോലെ മറ്റൊരാളുടെ ധനം നമ്മൾ കയ്യിലേക്ക് വരുമ്പോൾ അദ്ദേഹം പൊരുത്തപ്പെട്ട് തരണം എന്നതുപോലെ പിടിച്ചു പറിക്കാൻ പാടില്ല. ഇതൊക്കെ അടുത്ത ഗൗരവമായ വിഷയങ്ങളായിട്ടാണ് ശറഅ് എണ്ണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ നമുക്ക് പരിശോധിക്കാം. അൻ സഈദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു, സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും 10 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 സ്വഹാബിമാരിൽ പെട്ടവരാണ് സഈദ് എന്നറിഞ്ഞില്ലേ. അവര് ജന്നത്തുൽ ബഖീലാണ് മരണപ്പെട്ടത്. ധാരാളം ചരിത്ര സംഭവങ്ങൾക്ക് ബദറിലും ഉഹദിലൊക്കെ സാക്ഷിയായിട്ടുണ്ട്. 70 ചില്ലാനം വയസ്സ് വരെ ജീവിച്ചു. അവര് പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഖദ ശിബ്റൻ മിനൽ അർദി, ഭൂമിയിൽ നിന്നൊരു ചാണിനെ ഒരാൾ പിടിച്ചാൽ, ദുൽമൻ അക്രമമായിട്ട് പിടിച്ചാൽ, ഭൂമിയുടെ ഒരു ചാണ് ഒരാൾ പിടിച്ചാൽ, മറ്റൊരാളുടേത് പിടിച്ചാൽ, ഫഇന്നഹു യുതവ്വിഖുഹു, നിശ്ചയം ആ ഭൂമി, യുതവ്വിഖുഹു ആ ഭൂമിയെ മാലയണീക്കും യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാൾ, മിൻ സബീ അർളീന, 7 ഭൂമിയേനാൽ. ഒരു ചാണാണ് പിടിച്ചതെങ്കിലും 7 തട്ടുവരെ ഭൂമിക്കുണ്ടെങ്കിൽ ആ 7 തട്ട് വരെയുള്ള വലിപ്പത്തിലായിരിക്കും അവന് നരകത്തിന്റെ മാലയായി കഴുത്തിൽ ചാർത്തപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ അല്പമാണ് പിടിച്ച് പറിച്ചതെങ്കിലും ഇത്രയും വലിയ ശിക്ഷയായിരിക്കും നരകമാല അവന് കഴുത്തിൽ 7 ഭൂമി വരെയുള്ള ആയത്തിൽ അണിയിക്കപ്പെടുന്നതാണ്. മുത്തഫഖുൻ അലൈഹി, ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഖാല, അവർ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ യഹ്ലുബന്ന അഹദുൻ, ഒരാളും കറക്കരുത്, അഹദുൻ ഒരാളും, ആശിയത്തംരിൻ മറ്റൊരാളുടെ മൃഗത്തെ. ചിലപ്പോ എവിടെയെങ്കിലൊക്കെ മേഞ്ഞ് നടക്കായിരിക്കും, അപ്പോ അയാളുടെ ആടിനെ പോയി കറന്നുകാണ്ട് പാലുടിക്കരുത്. മാശിയത്തമ്രയിൻ, ഒരു മനുഷ്യന്റെയും മാശിയത്തിനെ കറക്കരുത്. ബിഗൈരി ഇതിന് അയാളെ സമ്മതമില്ലാതെ കറവ് നടത്തരുത്. എന്നിട്ട് വിധങ്ങളെ ചോദിക്കാൻ, യഹിബ്ബു അഹദുക, നിങ്ങൾ ഒരാൾ ഇഷ്ടം വെക്കുമോ, അയുതാ മശ്റുബത്തഹു, അവനെ കൊണ്ടുവരപ്പെടലിന്, മശ്റുബത്തഹു അവന്റെ റൂമിലേക്ക്, ഒരാളുടെ റൂമിൽ വരിക, നിങ്ങളുടെ ഒരാളുടെ റൂമിൽ ആരോ ഒരാളെ കൊണ്ടുവരിക. ഫതുക്സിറാ ഖിസാനതുഹു, എന്നിട്ട് റൂമിന്റെ ഖജനാവ് പൊട്ടിക്ക, റൂമിൽ വെച്ച
പണത്തിന്റെ ഖജനാവ് പൊട്ടിക്ക, ഫൈന്തഖല ത്വാമുഹു, അല്ലെങ്കിൽ ഭക്ഷണ ഖജനാവ് പൊട്ടിച്ചിട്ട് അതിലെ ഭക്ഷണങ്ങൾ നീക്കം ചെയ്യപ്പെടാ, കൊണ്ടുപോകപ്പെടാ, ഇതൊരാൾ ഇഷ്ടപ്പെടുമോ? എന്നതുപോലെ ഇവിടെ പാല് കറന്നു കൊണ്ടുപോകുന്നത്, അതേ ആ അകിടിലെ പാല്, അകിട് ഒരു റൂം പോലെയാണ്, ഭൂമിയിൽ സൂക്ഷിച്ച ഖജനാവിലെ സ്വത്ത് പോലെയാണ് പാലുള്ളത്. വൈന്നമായ ഹുസുനുലഹും, അവർക്ക് സൂക്ഷിക്കുകയാണ്, ഖജനാവിൽ ഒരുക്കി വെക്കുകയാണ് ആ പാലിനെ. ലുറൂമവാശിഹിം, അവരുടെ മൃഗങ്ങളുടെ അകിടുകൾ എന്തിനെ സൂക്ഷിക്കുകയാണ്? അത്ഇമാതിഹിം, ആ ജനങ്ങളുടെ ഭക്ഷണത്തെ. അതുകൊണ്ട് തന്നെ അത് പോയി കറന്നു കുടിക്കാൻ പാടുള്ളതല്ല, ഹറാമാണ്, പിടിച്ചു പറയുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. റവാഹു മുസ്ലിം, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി മറ്റൊരു ഹദീസ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് ഇങ്ങനെയാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇന്ദ ബാദി നിസാഇഹി, ഇവിടുത്തെ ഭാര്യമാരിൽ ഒരു സ്ത്രീയുടെ അരികിലായിരുന്നു. ഫഅർസലത്ത് ഇഹ്ദാ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, അപ്പോൾ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട മറ്റൊരു സ്ത്രീ അയച്ചു ബിസ്സിഹ്ഫത്തിൻ, ഒരു തളിക, ഒരു പാത്രം, ഫീഹാ ത്വാമുൻ, അതിൽ എന്തോ സ്പെഷ്യൽ ഭക്ഷണമുണ്ട്. ഭക്ഷണത്തളിക മറ്റൊരു ഭാര്യ കൊടുത്തയച്ചു. ഫളറബത്തില്ലതീ അന്നബിയു, അപ്പൊ ഈ ഒരു സ്ത്രീ, ഈ ഒരു ഭാര്യ അടിച്ചു. അന്നബിയു, നബിയാകുന്നത് ഫീ ബൈത്തിഹ, ആ ഭാര്യയുടെ വീട്ടിലാണ്, റൂമിലാണുള്ളത്. ആ റൂമിലേക്കാണ് മറ്റൊരു ഭാര്യ ഭക്ഷണവുമായി ഭക്ഷണം കൊടുത്തയച്ചത്, മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തയച്ചതാണ്. അപ്പോൾ നബി തങ്ങൾ ഏത് റൂമിലാണോ ഉള്ളത്, അവരുടെ ആ റൂമിലുള്ള ആ ഭാര്യ എന്തായി അടിച്ചു. ഖാദിമി, കൊണ്ടുവന്ന സേവകന്റെ കൈക്ക് ഒരു അടി കൊടുത്തു. ആ പാത്രം അവിടെ വീണു. ഫംഫലതത്ത്, അത് പൊട്ടി, ചിതറി, പൊട്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി. സഫ, ആ പാത്രത്തിന്റെ കഷ്ണം നബി തങ്ങൾ ഒരുമിച്ച് വെച്ചു. പിന്നെ നബി തങ്ങൾ ഒരുമിച്ച് കൂട്ടി. ഫീ ഹദില ത്വാമ, ആ ഭക്ഷണം നബി തങ്ങൾ തന്നെ ചെയ്തു. അവിടുത്തെ വിനയമാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഭക്ഷണം വീണപ്പോ ഭക്ഷണത്തെ അവിടുന്ന് തന്നെ പെറുക്കിയെടുത്തിട്ട് ആ പാത്രത്തിലെ പൊട്ടിയ പാത്രത്തിൽ തന്നെ വെച്ചു. പിന്നെ അതിൽ ഭക്ഷണം നബി തങ്ങൾ തന്നെ ഒരുമിച്ച് കൂട്ടി. ആ തടികയിലുണ്ടായിരുന്ന ഭക്ഷണം, വീണ ഭക്ഷണമൊക്കെ ഒരുമിച്ച് കൂട്ടി. നബി തങ്ങൾ ഒരുമിച്ച് കൂട്ടുമ്പോ പെറുക്കുമ്പോ പറയുന്നുണ്ട്, ഓറത്തുമ്മുക്കും, നിങ്ങളുടെ ഉമ്മ, അതായത് ഈ പൊട്ടിച്ച ആ സ്ത്രീയെ പറ്റിയാണ് പറയുന്നത്, ആ ഭാര്യയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ ഉമ്മ കോപിച്ചിരിക്കുന്നു, ദേഷ്യം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളെ അതൊക്കെ പൊറുക്കി. സുമ്മ ഹബസൽ ഖാദിമ, പിന്നെ വന്ന ആ സേവകനെ അവർ തന്നെ നിർത്തി. ഹത്താ ഉത്തിയ, പിന്നെ കൊണ്ടുവരപ്പെട്ടു. ബിസ്സഹ്ഫത്തിൻ, ഒരു പാത്രം. എവിടുന്ന്? ഈ റൂമിന്ന്, ഈ പൊട്ടിച്ച ഭാര്യയുടെ റൂമിലുള്ള ഒരു പാത്രം. പിന്നെ എന്തില്ലെത്തി, ഒരു സ്ത്രീയുടെ അരികിൽ നിന്നൊരു പാത്രം. ഹുവ നബി ഫീ ബൈത്തിഹ, അവരുടെ വീട്ടിലാണ്, റൂമിലാണ്. ആ റൂമിൽ നിന്നൊരു പാത്രം കൊണ്ടുവന്നു. പൊട്ടാത്ത പാത്രം, സഹീഹായ പാത്രത്തെ നൽകി. ഇലല്ലത്തി കുസിറത്ത് സ്വഹ്ഫത്ത്, ആ ഒരു സ്ത്രീയിലേക്ക് കൊടുത്തയക്കപ്പെട്ടു. എങ്ങനെയുള്ള സ്ത്രീ? കുസിറത്ത് സ്വഹ്ഫത്ത്, അവരുടെ പാത്രമാണ് ഒടക്കപ്പെട്ടത്. വാംസക്കൽ മക്സൂറത്ത, പൊട്ടിയ പാത്രം പിടിച്ചു നിർത്തി. ഫീ ബൈത്തുല്ലത്തി കസറത്ത്, പൊട്ടിച്ചതായ ആ സ്ത്രീയുടെ വീട്ടിൽ. അപ്പൊ മറ്റൊരാളുടെ പാത്രം അടച്ചാൽ അത് നല്ല പാത്രം തിരിച്ചു കൊടുക്കുക, അതാണ് അവിടുത്തെ കർത്തവ്യം. എന്നെല്ലാം ഇതിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങൾ ഉണ്ട്. അവിടുത്തെ സ്വഭാവം അതുപോലെയുള്ള എല്ലാ പാഠങ്ങളും ഉണ്ട്. അബ്ദുല്ലാഹിബ്നു യസീദ് റളിയല്ലാഹു അൻഹു, ഇനി മറ്റൊരു ഹദീസ്, അബ്ദുല്ലാഹിബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നഹു നഹ, അവിടെ നിന്ന് വിരോധിച്ചു. നുഹുബ, പിടിച്ചു പറിക്കലിനെ തൊട്ട്, മറ്റൊരാളുടെ സ്വത്ത് പിടിച്ചു പറിക്കലിനെ തൊട്ട്. വൽ മുസ്ലത്തി, മുസ്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരാളെ കോലം മാറ്റ എന്ന് പറഞ്ഞാല്, ഒരാള് മരിച്ചു കിടക്കാണ്, മരിച്ചാളെ ചെവി മുറിച്ച്, കൈമുറിച്ച്, ഇങ്ങനെ ഒന്നായിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത കോലത്തിലേക്ക് വെട്ടിമുറിക്കുക. ഇങ്ങനെയുള്ള മുസ്ലത്തിനെ തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു.
പിടിച്ചു പറയാ തൊട്ട് വിരോധിച്ചു. നുഹുബത്ത് നമ്മുടെ അധ്യായം പിടിച്ചു പറയാണല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസ് ഇങ്ങനെയാണ്. രാവിലെ അവർ പറയുന്നു, ഇൻകസഫത്തി ശംസു ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സൂര്യഗ്രഹണമുണ്ടായ യൗമമാത്ത ഇബ്രാഹിമു, ഇബ്രാഹിം എന്ന മകൻ, നബിയല്ല, ഇബ്രാഹിം എന്ന നബിയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ മരിച്ച ദിവസമാണ് ഈ സൂര്യഗ്രഹണം ഉണ്ടായത്. നബി തങ്ങളുടെ പുത്രനായ ഇബ്രാഹിം മരിച്ചു. ഇബ്നു റസൂലുള്ളാഹിന്റെ മകനായ ഇബ്രാഹിം ഫസല്ല ബിന്നാസി, അന്ന് സൂര്യഗ്രഹണം ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗ്രഹണ നിസ്കാരം നടത്തി. ബിന്നാസ, ജനങ്ങളെയും കൂട്ടിയിട്ട് 6 റക്അത്തിന് 6 റുക്കു ചെയ്തു. ഗ്രഹണ നിസ്കാരത്തില് 2 റക്അത്തില് 6 റുക്കു, 1 റക്അത്ത് തന്നെ 3 റുക്കു ചെയ്തു. സാധാരണ നമ്മള് 1 റക്അത്തില് 2 റുക്കു ആണ് ഗ്രഹണ നിസ്കാരത്തിൽ ചെയ്യാറുള്ളത്. ചില പണ്ഡിതന്മാര് 6 റുക്കു എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീസ് അടിസ്ഥാനത്തില്. ഏതായിരിക്കട്ടെ, 6 റുക്കു ചെയ്തു. കാരണം ഫാത്തിഹ ഓതിയിട്ട് റുക്കുയും, പിന്നെ എഴുന്നേറ്റിട്ട് ഫാത്തിഹ സൂറത്തോതും, പിന്നെ റുക്കുയും, പിന്നെ എഴുന്നേറ്റിട്ട് ഫാത്തിഹ സൂറത്തോതും, പിന്നെ റുക്കുയതും, പിന്നെ എഴുന്നേറ്റ് ഫാത്തിഹ ഓതിയിട്ട് സുജൂദിലേക്ക് പോകും. അങ്ങനെ ഫാത്തിഹയ്ക്ക് ശേഷം റുക്കു 3 ചെയ്യുന്നർത്ഥം. അങ്ങനെ 6 റുക്കു ചെയ്തു. 40 സജദാത്തിൽ 4 സുജൂദും, പിന്നെ 2 റക്അത്തിൽ 4 സുജൂദ് തന്നെ ഉണ്ടാകും. നിബിതങ്ങൾ നിസ്കാരം വിരമിച്ചു. വഖദ ആലത്തി ശംസു, സൂര്യൻ നല്ല തെളിഞ്ഞിട്ടുണ്ട്, ഗ്രഹണൊക്കെ പോയിട്ടുണ്ട്. ആലത്ത് വഖാല, നിബിതങ്ങൾ പറഞ്ഞു, മാമിൻ ഷൈഇ, ഒരു വസ്തുവും ഇല്ല, തൂഅദൂനഹു, നിങ്ങൾക്ക് ഭയപ്പെടുത്തപ്പെടുന്ന ഒരു വസ്തുവും ഇല്ല, ഇല്ലാ ഖദ റഅയ്തുഹു, അതായത് നരകം അടക്കമുള്ള വസ്തുക്കൾ, ഇല്ലാ ഖദ റഅയ്തുഹു ഫി സ്വലാത്തി ഹാദിഹി, അതിനെയൊക്കെ ഞാൻ കണ്ടു എന്റെ ഈ നിസ്കാരത്തിൽ കണ്ടിട്ടല്ലാതെ ഇല്ല, എല്ലാം ഞാൻ കണ്ടു, നിസ്കാരത്തിൽ വെച്ച് കണ്ടു. സുമ്മ ജീഅ ബിന്നാരി, ലഖദ് ജീഅ ബിന്നാരി, എന്റെ അടുത്തേക്ക് നരകം കൊണ്ടുവരപ്പെട്ടു. അദാലിക ഹീന റഅയ്തുമുനി, അത് എപ്പോഴാന്നറിയോ, ഹീന റഅയ്തു, നിങ്ങൾ കണ്ടില്ല നീ എന്നെ, തഅഖർതു, ഞാൻ അങ്ങോട്ട് വേക്കോട്ട് ഇങ്ങനെ നിന്നത്, മഖാഫത യുസീബനി, മഖാഫത്ത ഭയന്നതിന് വേണ്ടിയാണ്, യുസീബനി, എനിക്ക് എത്തലിന്, മിൻ ലഫ്ഹിഹാ, അതിന്റെ നാളത്തു നിന്നും, അപ്പോഴാണ് ഞാൻ ബേക്കോട്ട് നിന്നത്. ഹത്താ റഅയ്തു, ഞാൻ കണ്ടു, ഫീഹ, നരകത്തില്, സാഹിബൽ മിഹിജൻ, ആ വടിയുള്ള ആള്, ഒരു തലമല് ചെറിയൊരു കുളത്തുള്ള ഒരു വടിക്കാണ് മിഹിജൻ എന്നറിയാം. ആ മിഹിജന്റെ ആള് ഞാൻ കണ്ടു. അതാരാ? യജറോ, അയാൾ വലിച്ചു നടക്കുന്നുണ്ട് നരകത്തില്. ഈ സാഹിബ് മിഹിജ് എന്ന് പറഞ്ഞാല് ഖസബഹു, അയാളുടെ കുടൽമാല, പള്ളയിലുള്ള കുടൽമാല വലിച്ചേച്ച് നടക്കുന്നുണ്ട് പിന്നാരി നരകത്തില്. അങ്ങനെ അയാളെ ഞാൻ കണ്ടു. അതായത് പള്ളക്ക നിറഞ്ഞിട്ട് അത് കുടൽമാല അങ്ങോട്ട് പുറത്ത് ചാടിയിട്ട് നരകത്തിൽ ഇങ്ങനെ വലിച്ചു നടക്കുന്നുണ്ട്. ആരാ? വടിക്കാരൻ. അതായത് ഈ വടി പണ്ടൊരാളുണ്ടേനി, നബി തങ്ങൾ ആ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ചരിത്രം പറഞ്ഞതിലേക്ക് സൂചിപ്പിച്ച് പറഞ്ഞതാ. ആ വടി കൊണ്ട് അയാൾ ഇങ്ങനെ ഒരു കുളത്തുള്ള വടിയിട്ട് നടക്കും. എന്നിട്ട് മനുഷ്യന്മാരെ സാധനം വല്ല കൊളത്തിക്കാണ്ട് അങ്ങനെ അതിട്ടാണ് പോരും. ആ മനുഷ്യൻ കണ്ടിട്ടില്ലെങ്കിൽ, അതിന്റെ ഉടമസ്ഥൻ കണ്ടിട്ടില്ലെങ്കിൽ ഇയാള് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ആ സാധനം വല്ല കൈക്കലാക്കും. ഉടമസ്ഥൻ കണ്ടാല് അയാള് പറയാ, എന്റെ കൊളത്തുമല അറിയാതെ കുടുങ്ങിയതാണ്, എന്റെ വടിമലേ ഞാൻ അറിയാതെ കുടുങ്ങിയതാണെന്നാ തിരിച്ചെടുത്താന്ന് പറയും. കണ്ടിട്ട് ഞങ്ങൾ അയാൾ വല്ല കൈക്കലാക്കും ചെയ്യും. ഇങ്ങനെ വെറുതെ കൊളത്തുള്ള വടിയിട്ട് നടന്നുകാണ്ട് കൊളത്തിക്കാണ്ട് വല്ല കൈക്കലാക്കണ പരിപാടി. ഇങ്ങനെ ഒരു ചങ്ങായി ഉണ്ടായിന്. ആ ചങ്ങായി നരകത്തില് കുടൽമാല വലിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. കസബഹു എന്ന് പറഞ്ഞാല്, കുസ്ബു എന്ന് പറഞ്ഞാല് കുടൽമാലാണ്. അയാള് ചെയ്തിരുന്നത് യസിരിക്കു, കക്കും, അൽ ഹാജ, ഹാജിമാരെ കക്കു, ഹജ്ജിന് വന്നോലെ കക്കാൻ നടക്കും. ഈ മിഹിജനിഹി, അയാളുടെ ഈ വടി കൊണ്ട്, ഈ കൊളത്തുള്ള വടി കൊണ്ട്. വൈദാ പുത്തിന രഹു, അയാളിലേക്ക് വെളിവായാല്, അയാള് ആ കൊണ്ടുപോയത് ഹാജിമാര് കണ്ടാല്, അതാണ് ഫൈദാ പുത്തിന, അയാളിലേക്ക് മനസ്സിലാക്കപ്പെട്ടാൽ താല, അപ്പൊ അയാള് പറയും, ഇന്നമ താലക്ക് ബി മിഹിജനി, ആ വസ്തു
എന്തായതാണ്, എന്റെ ഈ വടിമൽ അറിയാതെ കൊളുത്തിപ്പോയതാണെന്ന് അറിയും. ഇമ്മത്താലക്ക് അത് കൊളുത്തിപ്പോയതാണ് വിവഹിച്ചരി എന്റെ വടിമലി അറിയും. വൈന് ഓഫില അനുഹു അയാളെ തൊട്ട് അശ്രദ്ധമാക്കപ്പെട്ടാല്, ആളുകൾ കാണാതിരുന്നാല് ദഹബബി അയാൾ അതേറ്റ് വല്ലാണ് കൊണ്ടുപോകും. നരകത്തിൽ ഞാൻ കണ്ടു സാഹിബൽ ഹിറ, ആ പൂച്ചയുടെ സ്ത്രീയെ, പൂച്ചയുടെ സ്ത്രീ, അല്ലത്തി എങ്ങനെയുള്ള റബത്തുഹ അവളെ, ആ പൂച്ചയെ കെട്ടിയിട്ടു. ഫലം തുതഇംഹ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല. വലം തദ്ഉഹ പൂച്ചയെ ഒഴിവാക്കിയതുമില്ല. തഅ്കുലു പൂച്ച തിന്നാൻ വേണ്ടി. മിൻ ഖശാശിൽ അർളി ഭൂമിയുടെ പ്രാണികളിൽ നിന്നും. ഹത്താ മാതത പൂച്ച ചത്തു. ജുഅൻ വിശപ്പിനാൽ പൂച്ചയെ കെട്ടിട്ടു. ആ സ്ത്രീയും നരകത്തിൽ കടക്കുന്നത് ഞാൻ കണ്ടു. സുമ്മജി അപ്പ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിന് നരകം. സുമ്മജി അബിൽ ജന്ന പിന്നെ ഞാൻ സ്വർഗത്തെ എനിക്ക് കൊണ്ടുവരപ്പെട്ടു. അത് ഹീനറായിട്ടും നിങ്ങൾ കണ്ടു, നീ എന്നെ തഖദ്ദംതു ഞാൻ മുന്നോട്ട് എന്റെ കാല് വെച്ചില്ല, അപ്പൊ എനിക്ക് നരകം കാണിക്കപ്പെട്ടതാണ്. ഹത്താക്കും തഫീ മഖാമി ഞാൻ നിന്നു, ഞാൻ എന്നെ നിന്ന് ആ സ്ഥലത്ത് നിന്നു, കാല് മുന്നോട്ട് വെച്ചിട്ട്. ലഖദ മദത്തു യദി ഞാൻ കൈനീട്ടുകയും ചെയ്തു. വഅന ഉരീദു അൻ അതനാവല മിൻ സമറതിഹ ആ സ്വർഗത്തിലെ പഴം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഹത്താ വഅന ഉരീദു ഞാൻ ഉദ്ദേശിച്ചു, അൻ അതനാവല ഞാൻ എടുക്കാൻ, മിൻ സമറതി അതിന്റെ പഴങ്ങൾ. ലി തൻദുറൂ നിങ്ങളൊക്കെ നോക്കും, ഇലൈഹ പഴത്തിലേക്ക്. സുമ്മ ബദാലി പിന്നെ എനിക്ക് വെളിവായി അല്ല ആ പഴം അങ്ങനെ ചെയ്യാത്തത് എന്ന്. കാരണം സ്വർഗത്തിലെ പഴം നേരിട്ട് നിങ്ങൾ കണ്ടാ പിന്നെ നേരിട്ട് സ്വർഗം കണ്ടിട്ട് വിശ്വസിക്കുക എന്നത് പരീക്ഷണല്ല. സ്വർഗം കണ്ടിട്ട് വിശ്വസിക്കുക എന്നത് എന്തല്ല, പരീക്ഷണല്ല. കാണാതെ നബിമാര് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നവർക്ക് കൊടുക്കുക, വിശ്വസിക്കാത്തവർക്ക് നരകവും കൊടുക്കുക. അതാണ് പരീക്ഷണം. അല്ലാതെ നേരിട്ട് നരകവും സ്വർഗം കണ്ടീന്റെ ശേഷം നീ വിശ്വസിക്കണ്ടടാ. എല്ലാരും വിശ്വസിക്കും, എല്ലാരും ഈശ്വരവാദികളും വിശ്വസിക്കും. അല്ലാതെ കണ്ടീന്റെ ശേഷം വിശ്വസിക്കുക, കണ്ടു ഞാൻ വിശ്വസിക്കൂല, അങ്ങനെയല്ല. മറിച്ച് കാണാതെ വിശ്വസിക്കണ ആൾക്കാർ സ്വർഗങ്ങളിൽ. അതാണ് പരീക്ഷണം എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ഇപ്പൊ പഴം കാട്ടി തന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിലേ അവന് പരീക്ഷണമാവില്ലെന്ന് ഉള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം അത് എന്താക്കില്ല, പറിച്ചെടുത്തില്ല. ഇവിടെ നിബിതങ്ങളുടെ കാഴ്ച ശരിയായ കാഴ്ച തന്നെയായിരുന്നു അവിടുന്ന് കണ്ടത്. ഇവിടെ ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത് നേരിട്ട് കണ്ണുകൊണ്ട് തന്നെയാണ് നബിതങ്ങൾ ഇവിടെ കാണുന്നത്. കശഫല്ലാഹു അൻഹുമ സ്വർഗം നരകവും അള്ളാഹു അതിനെ കശ്ഫ് ചെയ്തു കൊടുത്തതാണ്. ബൈനഹുമ നബിയുടെ ഇടയിലും സല്ലല്ലാഹു അലൈഹി വസല്ലം നരക സ്വർഗത്തിന്റെ ഇടയിലും മറ അള്ളാഹു അങ്ങ് നീക്കി കൊടുത്തു. മസ്ജിദുൽ അഖ്സ ഇസ്രായേലിന്റെ രാത്രി നബിതങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോ പള്ളിയെ പറ്റി ചോദിച്ചപ്പോ മസ്ജിദുൽ അഖ്സയെ നബിതങ്ങൾക്ക് എന്താക്കപ്പെട്ടതുപോലെ വെളിവായി കാണിക്കപ്പെട്ടതുപോലെ. അപ്പൊ നേരിട്ട് തന്നെ കണ്ടു എന്നതാണ് അവിടെ ഏറ്റവും നല്ലത്. വേറെയും വ്യാഖ്യാനമുണ്ടെങ്കിലും ആദ്യം പറഞ്ഞ നേരിട്ട് കണ്ടു എന്ന വ്യാഖ്യാനം തന്നെയാണ് ഏറ്റവും നല്ലത്. ഹദീസിന്റെ വാചകത്തോട് യോജിച്ചു. കാരണം നേരിട്ട് കണ്ടു എന്ന് തന്നെയാണ് അവിടുന്ന് അറിയിക്കുന്നത്. നബിതങ്ങളെ എന്റെ തീനാളം കണ്ടപ്പോ ഇങ്ങോട്ട് വേക്കുന്നു. നബിതങ്ങളെ അതിന്റെ കൊമ്പ് സ്വർഗത്തിലെ കൊമ്പ് പിടിക്കാൻ വേണ്ടി മുന്നോട്ട് നിന്നതൊക്കെ മനസ്സിലാകുന്നത്. ചിലപ്പോ ചെറിയ കർമ്മങ്ങൾ സ്വർഗത്തിലെത്താനും ചെറിയ കർമ്മങ്ങൾ മതി ചിലപ്പോ നരകത്തിലേക്ക് അടുത്ത് ശിക്ഷക്ക് കിട്ടാനും എന്നും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. പൂച്ചയെപ്പോലും എന്താക്കണം, പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നും. അത് നരകശിക്ഷക്ക് കാരണമാണ്. ഒരു ജീവിയെയും പ്രയാസപ്പെടുത്താൻ പാടില്ല. അത് ചെറിയൊരു പൂച്ചയാണ് എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്.